ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ നീത് ചെറിയ രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഋത്വിക്ക് ഇപ്പോൾ 3 hours ക്ലാസ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അവർക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം തന്നെ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നീതു ഡിഗ്രി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഋത്വി ആയതിനു ശേഷമാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഋത്വിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന ടെൻഷൻ കൊണ്ടാണ് ഇപ്പോൾ അവൾ ആ ഫീൽഡിലേക്ക് തിരിയാതെ ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് കേട്ടോ. എന്ത് നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊന്ന് പുത്തുക്കോവിൽ പറഞ്ഞ അമ്പലത്തേക്ക് പോവുകയാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞങ്ങൾ പോയ അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. അതിനൊരു നീതു അമ്പലത്തേക്ക് വേണ്ട പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളുടെ പ്രൊഡക്ട്സ് പൂജിക്കാനും കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ആടിമാസം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. പിന്നെ ഇവിടുത്തെ വിശേഷപ്പെട്ട വഴിപാടാണ് കേട്ടോ വള കൊടുക്കുക അമ്മയ്ക്ക്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം ആളുകൾ വന്നിരുന്നു കേട്ടോ. കാപ്പ് കെട്ട് അങ്ങനെ എന്തോ ചടങ്ങാണ് തോന്നുന്നു. കാര്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഇവിടുത്തെ വഴിപാടും പൂജകളൊന്നും. കൊട്ടും മേളവും പിന്നെ ഒരുപാട് ആളുകൾ കൈകളിൽ തളികയിൽ പൂക്കളൊക്കെ ഏറിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഈ കാണിക്കുന്ന സ്ഥലം തീമെതിക്കൽ പറഞ്ഞതിനുള്ളതാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നാട്ടിലത്തെ കാളവേലയാണ് ഓർമ്മ വരുന്നത്. പുത്തനാക്കര വേലത്തെ കാളവേല ഭയങ്കര മിസ് ചെയ്യും കേട്ടോ. ഇനിയൊരു വർഷം ആവണ്ടേന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആ ടൈം. പിന്നെ റിട്ടേൺ വരുമ്പോൾ വൃത്തിയായ സ്കൂളത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്ത് കാര്യമായാലും അധികം വിട്ടുപോകുന്നതിനെല്ലാം ഇതിനടുത്തൊന്ന് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അവൻ. അതേപോലെ തന്നെ എൻ്റെ അടുത്തും പറയാറുണ്ട്. അവൻ്റെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അധികം സാറ്റർഡേ സൺഡേ ഉള്ള ദിവസങ്ങളിൽ എന്നെ അവനായിട്ട് വന്ന് എഴുന്നേൽപ്പിക്കാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളൊക്കെ ആൾ നല്ല ഉറക്കാവും ഞാൻ പോകുമ്പോൾ. ഈ ദിവസങ്ങൾ ആൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന്. ഞങ്ങൾ അമ്പലത്തേക്ക് പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്പലത്തിൽ തൊഴാൻ ടൈമിൽ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരെ തൊഴാൻ പറ്റി. പിന്നെ ഇറങ്ങുന്ന ടൈമിൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണേട്ടനും ഋത്തിയും കൂടി നൈറ്റിക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടോ. അപ്പോൾ ഞാനും നീതും കൂടി പറഞ്ഞ സീസ പറഞ്ഞ ഷോപ്പിലേക്ക് കയറി. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയൊരു ഷോപ്പാണ്.
ഉണ്ടോ? ബേബി ഉണ്ടോ നാളെ? ഇല്ലേ? എന്താണ്? പിന്നെ ഞങ്ങൾ പോയത് ഈ പാനിപ്പൂരി ഷോപ്പിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇത്ര ഷോപ്പ് കാണുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ അവരെ ഋത്വിക്ക് ഒരു പൂരി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ് അവൻ. ഋത്വി ഇങ്ങനെ പാനിപ്പൂരി ആയിട്ട് കഴിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ 3 പേരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. മഹാരാജ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ തന്നെ നീ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.